എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 26 പേരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിലും 26 പേര് എനിക്ക് സ്വന്തമായി എന്നുള്ള ഒരു വിശ്വാസത്തോടെ ഞാൻ വീഡിയോ ഇടുക കേട്ടോ. ഷോർട്സ് ഇട്ടാൽ കൂടുതൽ പേര് കാണുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. കുഴപ്പമില്ല, പതിയെ കയറിക്കോളും. എനിക്ക് 26 പേര് കാണുമല്ലോ. 26 പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 26 പേര് ഉറപ്പായിട്ട് കാണുമെന്നുള്ളൊരു ഉറപ്പ് അല്ലേ. അപ്പോൾ ഇന്ന് വലിയ വിശേഷമൊന്നുമില്ല. ഇന്ന് കൊച്ചിൻ്റെ സ്കൂളിൽ പേരൻസ് മീറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അതാണ് ഇങ്ങനെ ഒരുങ്ങിപ്പോയത്. ഒരുങ്ങിയൊന്നും പോയിട്ടില്ല കേട്ടോ, വേറെ ഒന്നും ഇട്ടിട്ടില്ല. എപ്പോഴും ഇങ്ങനെ സ്കിന്ന് ഇങ്ങനെ ഓയിൽ പോലെ തോന്നും. കുഴപ്പമില്ല. അപ്പോൾ കൊച്ചിൻ്റെ പേരൻസ് മീറ്റിങ്ങിന് പോയി ടീച്ചർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പിള്ളേരെ കുറിച്ചുള്ള കാര്യങ്ങൾ എല്ലാം സത്യമായിരുന്നു കേട്ടോ. കാരണം നമ്മൾ പിള്ളേരെ എപ്പോഴും വളരെ ശ്രദ്ധയോടെ വേണം നമ്മൾ നോക്കാനും, എപ്പോഴും ശ്രദ്ധിക്കണം, അവരെ വാച്ച് ചെയ്യണം, അവരുടെ കാര്യങ്ങൾ തിരക്കണം, അവരോട് സംസാരിക്കാൻ സമയം കൊടുക്കണം. അവർക്ക് നമ്മളോട് സംസാരിക്കാൻ നമ്മൾ അവർ കേട്ടിരുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വേറെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ കേട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ സ്നേഹം അങ്ങനെ മാറിപ്പോകും. അപ്പോൾ അതുകൊണ്ട് ഓരോ ദിവസവും അവരുടെ ആവശ്യങ്ങൾ എന്താണ്, ഇന്ന് സ്കൂളിൽ എന്ത് നടന്നു, അത് കൊച്ചായാലും കോളേജ് പഠിക്കുന്നവരായാലും സ്കൂളിൽ പഠിക്കുന്നവരായാലും നമ്മൾ തീർച്ചയായിട്ടും അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിരിക്കണം. ഒരു സമയത്ത് ചിലപ്പോൾ ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കടയിലൊക്കെ ഇരുന്നിട്ട് പോകുമ്പോൾ പിള്ളേരുമായിട്ടുള്ള ആ ഒരു കോൺവെർസേഷൻ സമയം ഭയങ്കര കുറവാണ്. പക്ഷേ ഞാൻ രാത്രി 10-10:30 ആകുമ്പോൾ നമ്മൾ ബെഡിലോട്ട് പോകും, കിടക്കാൻ പോകും. പക്ഷേ 12:30 ഞങ്ങൾ കണ്ണടയ്ക്കാൻ അതും ഇതുമൊക്കെ ഇങ്ങനെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് തമാശയാക്കി ചിരിച്ച്, ചില സമയം ഞാൻ ചിരിച്ച് എൻ്റെ കണ്ണിൽ കൂടെ ഇങ്ങനെ വെള്ളം ഒഴുകും. അപ്പോൾ അത്രയ്ക്ക് ഞാൻ സംസാരിച്ചൊക്കെ ചിലപ്പോൾ വിടാറ്. എന്നിട്ട് എൻ്റെ പിള്ളേർക്ക് പരാതി ഉണ്ടാവും എൻ്റെ അടുത്ത്, അമ്മ ഞങ്ങൾ സംസാരിക്കുന്നത് കേൾക്കുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറയും, അമ്മയുടെ അവസ്ഥ ഇതല്ലേ, നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ഇത്രയും കഷ്ടപ്പെടുന്നത്, നമുക്കൊരു വീട് വേണ്ടേ, നിങ്ങൾക്ക് നല്ലൊരു എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ചാൽ എനിക്കൊരു വീട്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കയറി കിടക്കാൻ ഒരു വീട്. നാളെ ഞാനില്ലെങ്കിലും എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ പിള്ളേർക്ക് താമസിക്കാൻ ഒരു വീട് വേണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ആ ഒരു എന്താ പറയുക, നമ്മുടെ ലക്ഷ്യത്തിലോട്ട് നമുക്ക് എത്താൻ പറ്റുന്നില്ല. അത്രയും നമ്മളിപ്പോൾ ഓരോ മാസവും ചിലപ്പോൾ മാറ്റി വെക്കാൻ നോക്കും, അല്ലെങ്കിൽ അത് ഇതെന്നൊക്കെ നോക്കും, പക്ഷെ പറ്റത്തില്ല. നമ്മുടെ ജീവിത സാഹചര്യം അങ്ങനെ. ഓരോ മാസവും ഓരോ ദിവസവും സാധനങ്ങളുടെ വിലക്കയറ്റം. നമ്മളിപ്പോൾ ഈ മാസം ഇട്ട് വെച്ചിരിക്കുന്ന ബഡ്ജറ്റ് ആയിരിക്കില്ല ചിലപ്പോൾ നമുക്ക് അടുത്ത മാസം. പിള്ളേരുള്ളത് കൊണ്ട് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കാര്യം വന്ന് അങ്ങനെ പോകും. അപ്പോൾ അങ്ങനെ ഇപ്പോൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. എന്നാലും എൻ്റെ ഒരു ഏക ലക്ഷ്യം എന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു വീട്, അത് വേണം എനിക്ക്. പിന്നെയെന്ന് വെച്ചാൽ ചില സമയം ഞാൻ ഓർക്കും കേട്ടോ, എനിക്ക് ഒരുപാട് പേരെ സഹായിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള കൂട്ടത്തിലാണ്. എനിക്ക് കിട്ടിയാൽ ഞാൻ പാവപ്പെട്ടവർക്ക് ഒരുപാട് പേർക്ക് കൊടുക്കണം എന്ന് ആഗ്രഹമാണ്. ചിലരൊക്കെ കാശുള്ളത് കാണുമ്പോൾ ഞാൻ ദൈവമേ, കിട്ടേണ്ട കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ എത്ര പാവപ്പെട്ടവർക്ക് നമ്മളിത് കൊടുക്കുമായിരുന്നു എന്നൊക്കെ. എനിക്ക് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എനിക്ക് നമ്മുടെ ഞങ്ങളിങ്ങനെയൊക്കെ ആ ചാനലിലെ ദീപ്തി ചേച്ചി ഒരുപാട് ഇഷ്ടം കേട്ടോ. എനിക്ക് ദീപ്തി ചേച്ചിയെ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇൻസ്പിറേഷനാണ് പുള്ളിക്കാരി. ഞാൻ എല്ലാ വീഡിയോസും കാണാറുണ്ട് കേട്ടോ. നമ്മുടെ കാട്ടിലോട്ടൊക്കെ പോകുമ്പോൾ, ഞങ്ങൾ ഇടുക്കിക്കാരാണ്, പീരുമേടാണ്. അപ്പോൾ ഈ അവരാദ്യം പോയിക്കൊണ്ടിരുന്നത് സത്രം, അത് കഴിഞ്ഞിട്ടുള്ള ഇതിലാണ്. അപ്പോൾ അവിടെ ഒരുപാട് ആദിവാസികളുണ്ട്. അപ്പോൾ അവരുടെ ഇടയിലാണ് അവർ പോയി ചെയ്യുന്നത്. അതൊക്കെ കാണുമ്പോൾ എനിക്ക് കൊതിയാവും സത്യം. എനിക്ക് കട മാത്രം ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ അവരോട് പോയിട്ടെങ്കിലും വന്നേനെ. എനിക്കൊന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും വെറുതെ എങ്കിലും പോയി അതൊക്കെ ചെയ്യാനോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനോ ഒക്കെ നിന്നതിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചേച്ചി ഒരുപാട് ഇങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് വളരെ പ്രൗഡാണ് ചേച്ചി ഓർത്തിട്ട്. ലൈഫിലാണെങ്കിലും ഒരുപാട് പ്രശ്നങ്ങളിലൂടെയൊക്കെ പോയ ആളാണ്. പക്ഷേ എല്ലാത്തിനും മേലെ പുള്ളിക്കാർ ചെയ്യേണ്ടത് ഒരു സമയത്ത് നിർത്തിവെക്കാതെ എല്ലാ മാസവും അവർക്കായിട്ടുള്ള ബണ്ടിലായിട്ട് അവരെ പോയി അവിടെ നിന്ന് വിളിച്ച്, കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഞാൻ കണ്ടു, മഴയ സമയത്തും അവിടെ പോയി നിന്ന് ഓരോരുത്തരെയും വാ 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 എന്ന് വിളിച്ച് ആവശ്യത്തിനുള്ളത് കൊടുത്ത് അവരെ ആശ്വസിപ്പിച്ച് എടുത്ത് ഉമ്മ വച്ച് ചിരിച്ച് കൊഞ്ചി ഒരു വല്ലാത്തൊരു ഫീലാണ് ചേച്ചിയുടെ വീഡിയോ എനിക്ക് കാണുമ്പോൾ. ഞാനിപ്പോൾ ഇതിങ്ങനെ പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു പോയത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നമ്മുടെ കയ്യിൽ ഒന്നുമില്ലല്ലോ. പിന്നെ കിട്ടുന്നതനുസരിച്ച് ചെറുതായിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തു പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദൈവം തരട്ടെ, തന്ന ഒരുപാട് പേർക്ക് കൊടുക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ എൻ്റെ പിള്ളേർക്കൊരു വീട്, ഇത് രണ്ടുമാണ് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്. ഒരുപാട് പേരെ സഹായിക്കണം, അല്ലെങ്കിൽ ഒരുപാട് പേരെ നോക്കണം. പിന്നെ എൻ്റെ പിള്ളേർക്ക് കയറി കിടക്കാൻ ഒരു കുഞ്ഞു കൂരപ്പരയാണെങ്കിലും അത് വേണം. എന്നുവെച്ചാൽ ഈ വാടക വീട്ടിൽ ഓരോ വീട്ടിൽ നിന്ന് ഓരോ വീട്ടിലോട്ട് മാറുന്നവർക്ക്, വാടക വീട്ടിൽ താമസിക്കുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നു. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം, അപ്പോൾ ടീച്ചർ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അപ്പോൾ നമ്മളെപ്പോഴും
എൻ്റെ അറിവാണ് നിങ്ങളോട് അങ്ങോട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും കുട്ടികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരായിരിക്കണം. പിന്നെ എന്താ പറയുക, പിള്ളേരെ ഒരുപാട് സ്നേഹിക്കുക. സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അവർ വഴിതെറ്റി പോകത്തില്ല, അത് നല്ല ഉറപ്പാണ്. ഒരുപാട് പിള്ളേരെ എൻ്റെ കണ്ണ് മുമ്പിൽ തന്നെ ഞാൻ ഈ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഒരുപാട് പേരെ കാണുന്നുണ്ട്. കടയിൽ ആൾ വന്നു എഴുന്നേറ്റ് പോയി. അപ്പോൾ പിള്ളേർ പറയുന്നത് കേൾക്കാൻ നമുക്ക് സമയം ചിലവഴിക്കുക, കുറച്ച് സമയമെങ്കിലും അവരോട് ഇരിക്കുമ്പോൾ അവർ പറയാനുള്ളത് നമ്മളോട് പറയും. അപ്പോൾ അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കും. പിന്നെ ആഴ്ചയിൽ ഒന്നൊക്കെ പിള്ളേർ ഒന്ന് പുറത്തൊക്കെ വിളിച്ചുകൊണ്ട് പോയി മൈൻഡൊക്കെ ഒന്ന് റീഫ്രഷ് ആക്കി വെക്കുക. അവർക്ക് ആവശ്യമുള്ള നല്ല ഫുഡുകൾ ഹെൽത്തി ആയിട്ട് കൊടുക്കുക. പിന്നെ അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മൾ നടക്കുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് പൊതുവെ. അപ്പോൾ ഇതൊക്കെ ചെയ്താൽ തന്നെ പിള്ളേർ നമ്മളുമായിട്ട് ഒരുപാട് അടുക്കും. അപ്പോൾ അവർ ഒരുപാട് നമ്മൾ അങ്ങോട്ട് സ്നേഹം കൊടുക്കുമ്പോൾ അവരിങ്ങോട്ട് നമ്മളെ സ്നേഹിക്കും. അപ്പോൾ വഴിതെറ്റി പോകില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് മീറ്റിങ്ങിൽ ഇങ്ങനെ പറഞ്ഞത്. പിന്നെ വേറെ എന്നാ ഉണ്ട് വിശേഷം? വേറെ പ്രത്യേകിച്ച് ഇങ്ങനെ വിശേഷമൊന്നുമില്ല. ഞാനിങ്ങനെ കടയിലിരിക്കുന്നു. രാത്രി 10-10:30 ആവും വീട്ടിൽ പോകാനായിട്ട്. വിശേഷങ്ങൾ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല്. ഒരുപാട് വീഡിയോസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എഡിറ്റ് ചെയ്യാനുള്ള സമയം അങ്ങ് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ എഡിറ്റ് ചെയ്യാതിരിക്കുന്നത്. ഒരുപാട് സാധനങ്ങൾ ഇതുകൊണ്ട് വന്നത് എടുത്ത് വെച്ചിട്ട് ഓടിയില്ല, ഞാനിങ്ങനെ ഇരിക്കുക. അപ്പോൾ മീറ്റിങ്ങിനൊക്കെ പോയിട്ട് വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തിട്ടിട്ട് പിന്നെ എല്ലാം എടുത്ത് വെക്കാമല്ലോ എന്നിങ്ങനെ ഓർത്തിരിക്കുമായിരുന്നു. പിന്നെ ഓരോ സ്ഥലത്ത് മഴയുണ്ട്, ഓരോ സ്ഥലത്ത് മഴയില്ല, അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. അപ്പോൾ എൻ്റെ വീഡിയോ എന്നെ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ബട്ടൺ ഞെക്കുക. ലൈക്ക് ബട്ടൺ ഞെക്കുക എന്ന് പറയുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഞെക്കിയാൽ മതി. ഇല്ലയെന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് അടിച്ചിട്ട് പോയിക്കോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയുക. എന്താ പറയുക, നിങ്ങൾ സംസാരിക്കുക എന്നോട്. ഞാൻ നിങ്ങളോട് അങ്ങോട്ട് സംസാരിക്കുന്ന പോലെ തിരിച്ച് നിങ്ങളും എന്നോട് സംസാരിക്കുക. അപ്പോൾ എനിക്ക് സന്തോഷവും. ഞാനൊരു വീഡിയോ ഇട്ട് 428 പേരെങ്ങാണ്ട് കണ്ട്. അതിൽ 2 പേര് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടാകും. മെസ്സേജ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. നമുക്ക് മെസ്സേജ് ചെയ്യാൻ ആളുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷമാണ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റിയെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക, പറയാം, ഞാൻ സംസാരിക്കാം. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ.